ഹായ് ഡിസ്കെ പ്ലാറ്റോ, ദിസ് ഇസ് മീ യുവർ ഫ്രണ്ട് സെൽവകുമാർ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ബോട്ടിൽ രാധ എന്നൊരു സിനിമയെക്കുറിച്ചാണ്. ഈ അടുത്ത കാലത്താണ് ഞാൻ തിയേറ്ററിൽ പോയി കണ്ടത്. ഈ സിനിമ കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്തായാലും പേഴ്സണലി ഇഷ്ടപ്പെട്ടു. നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും കാണണം എന്ന് തന്നെയാണ് എൻ്റെ ഒപ്പീനിയൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കണ്ടന്റ് ആണ് പ്രധാനമായിട്ടുള്ള ഒരു കാരണം. ഇതൊരു തമിഴ് സിനിമയാണ്. അപ്പോ എന്താണ് കണ്ടന്റ് എന്നല്ലേ നിങ്ങൾ നോക്കുന്നത്? യെസ്, അത് പറയുന്നതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ എസ്കെ പ്ലാറ്റൂണിൽ അംഗമല്ല എങ്കിൽ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് അംഗമാവുക. പിന്നെ താഴെ ഒരു ബെല്ലൈക്കൺ കാണും, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന ഓരോ വീഡിയോസും നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് യൂട്യൂബ് സഹായിക്കുന്നതാണ്. പിന്നെ ആഫ്റ്റർ വാച്ചിങ് ദിസ് വീഡിയോ പ്ലീസ് ഗിവ് മീ യുവർ തംസ് അപ്പ് ടു സപ്പോർട്ട് മീ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്കറിയാം ഞാൻ എല്ലാ സിനിമകളും പൊതുവെ റിവ്യൂ ചെയ്യാറില്ല. ബട്ട് ചില സിനിമകൾ കാണുമ്പോൾ നമ്മുടെ സൊസൈറ്റിക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉള്ളതായിട്ട്, പ്രത്യേകിച്ചും ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സിനിമകൾ നമ്മൾ ഒരുപാട് കാണാറുണ്ടല്ലേ. അപ്പം അത്തരത്തിലുള്ളൊരു സിനിമയാണ് ഈ ബോട്ടിൽ രാധ. അപ്പോൾ എനിക്ക് ഈ സിനിമ കണ്ടതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതാണ് ഞാൻ നിങ്ങൾക്ക് പറയാനായിട്ട് പോകുന്നത്. പ്രത്യേകിച്ചും ഈ സിനിമ ഒരു കോമഡി ഡ്രാമയാണ്. ഈ സിനിമ എഴുതിയിരിക്കുന്നതും ഡയറക്റ്റ് ചെയ്തിരിക്കുന്നതും ദിനകരൻ ശിവലിംഗൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം തമിഴിൽ വൺ ഓഫ് ദ ഫേമസ് ഡയറക്ടർ ആയിട്ടുള്ള പാ രഞ്ജിത്തിന്റെ നീലം പ്രൊഡക്ഷനാണ്. അസോസിയേറ്റഡ് വിത്ത് TN അരുൺ ബാലാജി ബലൂൺ പിക്ചേഴ്സുമായിട്ട് ആണ്. പിന്നെ ഈ സിനിമയിൽ പ്രധാന കഥാപാത്രമായിട്ട് ആക്ട് ചെയ്തിരിക്കുന്നത് ഗുരു സോമസുന്ദരം എന്ന് പറയുന്ന ആക്ടറാണ്. അദ്ദേഹം നമുക്കറിയാം മലയാളത്തിൽ നമ്മുടെ ടൊവിനോ തോമസ് അദ്ദേഹം ആക്ട് ചെയ്തിട്ടുള്ള മിന്നൽ മുരളി എന്ന സിനിമയിലെ വില്ലൻ കഥാപാത്രം ചെയ്തിരിക്കുന്ന വ്യക്തിയാണ്. കൂടാണ്ട് സഞ്ജന നട്രാജൻ എന്ന് പറയുന്ന ആക്ട്രസും ഉണ്ട്. അദ്ദേഹത്തിന്റെ വൈഫായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുകൂടാതെ നിരവധി ആൾക്കാരാണ് ഈ സിനിമയിൽ ആക്ട് ചെയ്തിരിക്കുന്നത്, വ്യത്യസ്ത കഥാപാത്രങ്ങളായിട്ട്. പിന്നെ ഈ സിനിമയുടെ കണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മദ്യമാണ്. മദ്യവും അതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സിനിമയാണ് ബോട്ടിൽ രാധ എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മൾ ജീവിക്കുന്ന ഒരു സൊസൈറ്റിയിലാണ്. നമ്മുടെ സൊസൈറ്റിയിൽ നമ്മളും നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെല്ലാവരും തന്നെ വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാരാണ്. പ്രത്യേകിച്ചും ഓരോരുത്തരുടെ സ്വഭാവത്തിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം. നമ്മൾക്ക് ചില കാര്യങ്ങളോട് കൂടുതൽ താല്പര്യം തോന്നി കഴിഞ്ഞാൽ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ കൂടുതൽ അഡിക്റ്റ് ആകാറുണ്ട്. പ്രത്യേകിച്ചും ചില ആൾക്കാർക്ക് സ്പോർട്സിൽ അഡിക്റ്റഡ് ആണ്, ചില ആൾക്കാർക്ക് ആർട്സിലും, ചില ആൾക്കാർക്ക് യാത്രകൾ ചെയ്യുന്നതിന് താല്പര്യമാണ്, ചില ആൾക്കാർക്ക് എന്താ പറയുക മദ്യം, മയക്കുമരുന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യമാണ്. നമ്മളൊരു സൊസൈറ്റിയിൽ ജീവിക്കുന്നത് കൊണ്ട് തന്നെ ചില കാര്യങ്ങൾ നമ്മുടെ സൊസൈറ്റിയിൽ ചെയ്യരുത് എന്നൊക്കെ ഉണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ ഇന്ത്യൻ നിയമപ്രകാരം തന്നെ നമുക്ക് ചില റെസ്ട്രിക്റ്റഡ് ലിബർട്ടിയാണ് ഉള്ളത്. അതായത് നമ്മുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ തലയിടുമ്പോൾ അത് പ്രശ്നമാണ് ആക്ച്വലി. ഇപ്പോൾ ഈ മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് പൊതുവെ നമ്മുടെ ഹെൽത്തിനെ ബാധിക്കും. നമ്മുടെ ഹെൽത്തിനെ ബാധിക്കുമ്പോൾ പൊതുവെ നോർമലായിട്ട് ഫങ്ഷൻ ചെയ്യുന്ന നമ്മുടെ ഓർഗൻസ് നശിക്കുകയും പിന്നെ അത് അബ്നോർമലായിട്ട് എന്താ പറയുക പ്രവർത്തിക്കുകയും ചെയ്യും. അത്തരത്തിലാണ് നമ്മൾ പൊതുവെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ചെയ്യുന്നത്. പിന്നെ ഈ സിനിമയുടെ സ്റ്റോറി എന്ന് പറയുന്നതും മദ്യമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഈ നമ്മുടെ ആക്ടർ ഗുരു സോമസുന്ദരം അദ്ദേഹം മദ്യപാനിയായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഭാര്യയുണ്ട്, കുടുംബമുണ്ട്. അപ്പോൾ ആ കുടുംബത്തിൽ മദ്യം കൊണ്ട് എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് നടക്കുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട് സൊസൈറ്റിയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നു ഉള്ള കാര്യങ്ങളാണ് കോമഡി രൂപത്തിൽ ഉള്ള ഒരു ഡ്രാമ ആണ് ഈ സിനിമ എന്ന് പറയുന്നത്. സോ അത് വളരെ മനോഹരമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. തുടക്കം മുതൽ അവസാനം വരെ നമുക്ക് കൂടുതൽ എൻ്റർടൈൻ ചെയ്യാനായിട്ട് സാധിക്കും. അതേ സമയത്ത് നമുക്ക് എന്താണ് മെസ്സേജ് കിട്ടേണ്ടത് ആ മെസ്സേജ് കൃത്യമായിട്ട് തന്നെ നിർമ്മാതാവ് അല്ലെങ്കിൽ ഡയറക്ടർ കൺവേ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സിനിമയുടെ പ്രത്യേകത. പിന്നെ ഈ സിനിമയിലെ മ്യൂസിക് എന്ന് പറയുന്നത് ഓരോ സീനും ആവശ്യമായ രീതിയിലാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു സിനിമയാണ്.
തീർച്ചയായിട്ടും ഈ നമ്മുടെ സൊസൈറ്റിയിൽ ജീവിക്കുന്ന ഈ മദ്യപാനം ആ കാര്യത്തിൽ കൂടുതൽ അഡിക്റ്റഡ് ആയിട്ട് തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഈ സിനിമ നിർബന്ധമായിട്ടും കാണണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പിന്നെ നിങ്ങളിൽ ആരെങ്കിലും ഈ ബോട്ടിൽ രാധ എന്നൊരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. മാത്രമല്ല ഈ സിനിമ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ ഈ മീഡിയയിലൊക്കെ പ്രത്യേകിച്ച് റിവ്യൂസ് ഒക്കെ കണ്ടു. അതിലെല്ലാം പോസിറ്റീവ് ആയിട്ടുള്ള റിവ്യൂസ് ആണ് കണ്ടത്. മാത്രമല്ല ചില ആൾക്കാർ ഇത്തരത്തിൽ അഡിക്റ്റഡ് ആയിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഈ ഡി അഡിക്ഷൻ സെന്റർ പോലുള്ള കാര്യങ്ങളിലൊക്കെ പോയിട്ട് ഒരുപാട് ആൾക്കാർ മാറിയതായിട്ടൊക്കെയാണ് ഈ സിനിമ കണ്ടിട്ട് ചില ആൾക്കാരൊക്കെ പറയുന്നത്. അത്തരത്തിലുള്ള ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള മെസ്സേജ് തരുന്ന ഒരു സിനിമയാണ്, പ്രത്യേകിച്ചും ഈ സൊസൈറ്റിക്ക് എന്ന് തന്നെയാണ് നമുക്ക് ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. നമുക്കറിയാം നമ്മുടെ സൊസൈറ്റിയിൽ നമ്മുടെ ആൾക്കാർ ഹാപ്പി ആയാലും ദുഃഖം വന്നാലും സങ്കടം വന്നാലും എല്ലാ ആൾക്കാരും തന്നെ, എല്ലാ ആൾക്കാരല്ല ചില ആൾക്കാരൊക്കെ പോയിട്ട് ഈ മദ്യം, മയക്കുമരുന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൺസ്യൂം ചെയ്യാറുണ്ട്. സോ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ ഹാപ്പി ആയാലും സങ്കടം വന്നാലും ദുഃഖം വന്നാലും മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ കാര്യങ്ങളിൽ പൊതുവെ പോയി അഡിക്റ്റഡ് ആകരുത്, അത് ഉപയോഗിക്കരുത്. കാരണം ഇതിൽ കൂടുതൽ അഡിക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചു വരിക എന്നുള്ളത് വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. സോ നിങ്ങളുടെ എന്താ പറയുക മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്ത് വേറെ ഒരുപാട് കാര്യങ്ങളിൽ അഡിക്റ്റഡ് ആവുക, നല്ല നല്ല കാര്യങ്ങളിൽ, എന്നിട്ട് നിങ്ങളുടെ ലൈഫ് മോർ ബ്യൂട്ടിഫുൾ ആക്കി മാറ്റുക എന്നതാണ് എനിക്ക് പറയാനുള്ളത്. സോ ചെയ്യുക. അടുത്തത് നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് നമുക്ക് വരാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ബൈ ആൻഡ് ടേക്ക് കെയർ. ലവ് യു. താങ്ക് യു.